മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമാണ് സൗഭാഗ്യ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ലക്ഷങ്ങൾ കൊടുത്ത് വണ്ണം കുറയ്ക്കാനുള്ള ഇഞ്ചക്ഷൻ എടുക്കുന്നതിനെ പറ്റി താരം ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനെതിരെ തന്നെ നിരവധി പേർ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും ശരിക്കും പറഞ്ഞാൽ സൗഭാഗ്യയോടൊപ്പം സ്നേഹത്തോടെയാണ് എല്ലാവരും പെരുമാറുന്നത് എന്നുകൂടി നമ്മൾ പറഞ്ഞേ മതിയാകൂ. സൗഭാഗ്യയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ടെന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോഴിതാ താൻ ആ ഇഞ്ചക്ഷൻ നിർത്തി എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും ഇതേ കാര്യങ്ങളെക്കുറിച്ച് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. താനിപ്പോൾ ഇഞ്ചക്ഷൻ നിർത്തി, ഇനി തനിക്ക് ബ്രസ്റ്റ് സർജറിയാണ് വേണ്ടത്, അല്ലെങ്കിൽ അത് കുറയ്ക്കുന്ന രീതിയാണ് വേണ്ടത്, അല്ലാതെ ഇഞ്ചക്ഷൻ എടുത്ത് ഇനി വണ്ണം കുറയ്ക്കുന്ന പരിപാടിയിലേക്ക് ഞാനില്ല എന്ന സൗഭാഗ്യ പറയുന്ന ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പല ഇൻഫ്ലുവൻസേഴ്സും സൗഭാഗ്യ ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നതിനെ പറ്റി വിമർശിച്ചുകൊണ്ട് തന്നെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നത് എന്ന് നിർത്തുന്നോ അന്ന് നമ്മുടെ ബോഡി തിരിച്ച് റിയാക്ട് ചെയ്യാൻ തുടങ്ങും, ഇരട്ടിക്കിരട്ടിയായി വണ്ണം വയ്ക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് തോന്നും നമ്മൾ കൊടുത്ത പൈസയെല്ലാം വെറുതെയാണോ എന്ന്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടിയ അവസ്ഥ തനിക്കുണ്ടെന്ന് പല ഇൻഫ്ലുവൻസേഴ്സും പറഞ്ഞെത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും കൊണ്ടല്ല സൗഭാഗ്യ ഇപ്പോൾ ഇഞ്ചക്ഷൻ വേണ്ട എന്ന് കരുതിയത്. ഇപ്പോൾ ആവശ്യത്തിനുള്ള വണ്ണമായി സൗഭാഗ്യ മാറിയിട്ടുണ്ട്. അത് മാറിയത് കൊണ്ടാണ് സൗഭാഗ്യ ഇത് നിർത്തുന്നത് എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇനി അടുത്ത് തുടരെയുള്ള ബാക്കി കാര്യങ്ങൾ കൂടി ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യത്തിലാണ് നിൽക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ലത് മാത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് പറയുകയും ചെയ്യുന്നത്. സൗഭാഗ്യ വണ്ണം കുറഞ്ഞു, നല്ലതാണ്. പല കാര്യങ്ങളിൽ ആക്റ്റീവായി നിൽക്കുന്ന സൗഭാഗ്യ എന്തുകൊണ്ട് വണ്ണം കുറഞ്ഞില്ല എന്ന് പലരും ചിന്തിക്കും. എന്തിനാണ് സർജറി എടുത്തതെന്ന് വേണമെങ്കിൽ പലർക്കും ചിന്തിക്കാം. എന്നാൽ ആ ഇഞ്ചക്ഷനും സർജറി ഒന്നും തന്നെ അത്ര പാർശ്വഫലമുള്ളതല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് സൗഭാഗ്യ അത് എടുത്തത്. എന്നും വളരെ ആക്റ്റീവായി പോയിക്കൊണ്ടിരിക്കുന്ന ബോഡിയിൽ വണ്ണം വയ്ക്കുമ്പോൾ അതൊരു സ്വാഭാവിക വണ്ണമല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കിയാണ് സൗഭാഗ്യ ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തത് എന്നുകൂടി പറയുന്നുണ്ട്. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് നോക്കി തന്നെയാണ് താൻ ചെയ്തതെന്നും അതിന് തനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുമാണ് സൗഭാഗ്യ പറയുന്നത്. ഇഞ്ചക്ഷൻ എത്ര രൂപയാണെങ്കിലും നൽകാമെന്നൊരവസ്ഥയായിരുന്നു. കാരണം എന്തൊക്കെ ചെയ്താലും അല്ലെങ്കിൽ വണ്ണം വയ്ക്കുന്ന മാത്രമാണ് തൻ്റെ ശരീരത്തിൽ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരുന്നത്. അത് വളരെയധികം ബുദ്ധിമുട്ടേറിയ അവസ്ഥയായിരുന്നു എന്നാണ് സൗഭാഗ്യ കൂട്ടിച്ചേർക്കുന്നത്. ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ കുറിച്ച് ചർച്ചകൾ ചെയ്യുമ്പോഴെല്ലാം തന്നെ ഇതിനെ പറ്റിയാണ് പറയുന്നത്. പ്രേക്ഷകർ വളരെയധികം ചിന്തിക്കുന്നതും ഈ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെയാണ് എന്ന് പറയാം. പ്രേക്ഷകർക്കും അത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്ന പോലെ തന്നെയാണ് ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ സൗഭാഗ്യ പങ്കുവയ്ക്കുന്ന വാർത്തകളോട് വളരെയധികം തന്നെ എല്ലാവരും നല്ല കാര്യം പറയുന്നത്. ഓരോ തവണയും പ്രേക്ഷകർക്ക് സൗഭാഗ്യ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്നതും സൗഭാഗ്യയോടൊപ്പം തന്നെ പങ്കുവയ്ക്കുന്ന ഓരോ വാർത്തകൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നതായും തോന്നുന്നു. ആരാധകർക്ക് വളരെയധികം ഇഷ്ടമാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് സൗഭാഗ്യ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് പങ്കുവയ്ക്കുന്ന വാർത്തകൾ വളരെയധികം വൈറലായി മാറുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.